ഡോക്ടർ മീര ജോർജ് ഇവിടെ പ്രിൻസിപ്പലായിട്ട് വന്നതിന് ശേഷം ഇതുപോലെ പെൺകുട്ടികൾക്ക് മാത്രമായിട്ട് വനിതാ ദിനമല്ലാതെ ഇങ്ങനെ ഒരു ആഘോഷം ആലോചിച്ചിട്ടുണ്ടോ എന്തെങ്കിലും? ശരിക്കും ആലോചിച്ചിട്ടില്ല. അത് ആ പെണ്ണോണം എന്നുള്ള വാക്ക് കേട്ടപ്പോഴാണ് ശരിക്കും ഞാൻ ആലോചിച്ചത്. ഈ ഒരു പ്രായമൊക്കെ എത്തിക്കഴിയുമ്പോൾ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു കുട്ടിക്കാലത്ത് കുട്ടികൾക്ക് എല്ലാവർക്കും ഉള്ളൊരു ഓണമാണ്. അതേസമയം ഒരു പ്രായം കഴിയുമ്പോൾ ഇത് ആണോണവും പെണ്ണോണവുമായിട്ട് മാറുന്നുണ്ടെന്ന് എനിക്ക് പിന്നീടാണ് തോന്നിയത്. മാവേലി ഒരു പാട്ട് വേണ്ടേ? മാവേലി പത്തനംതിട്ട വെച്ചിട്ട് എൻ്റെ പാട്ട് കുറെ കേട്ടിട്ടുള്ള ഞങ്ങൾ പത്തനംതിട്ടയിലെ 3 വർഷം മാവേലി പാട്ട് കേൾക്കുകയാണ്. മേഘമൽഹാറിലാണോ പാടുന്നത്? ഞങ്ങളുടെ പത്തനംതിട്ടയുടെ അഭിമാനം മാവേലിയാണ്. അപ്പോൾ ഞാൻ വന്നപ്പോൾ കണ്ട ഉടനെ ആദ്യം അതാ പറഞ്ഞത്. കുഞ്ഞ് ഒരു പക്ഷെ ആദ്യം കണ്ടിട്ടുള്ള മാവേലി ഇദ്ദേഹം തന്നെയായിരിക്കും. അതുകൊണ്ട് മനസ്സിലെ ആദ്യത്തെ മാവേലിയുടെ ഓർമ്മ അദ്ദേഹത്തിന് പോകും തന്നെയായിരിക്കും. ഇവിടെ വന്ന് ഈ പിള്ളേരുടെയൊക്കെ ഒരേ പൊളിയായിരുന്നു. അപ്പോൾ കളക്ടർ ആയിരുന്ന ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തെ വലിയൊരു നിലവാരത്തിലേക്ക് കൊണ്ടുപോകുന്ന അതിന്റെ മാനേജിംഗ് ഡയറക്ടർ, ഒപ്പം സാംസ്കാരിക വകുപ്പ്, അങ്ങനെ പദവികൾ കൂടുമ്പോഴേക്കും തലക്കനം കൂടുന്നുണ്ടോ? എന്ത് തോന്നുന്നു? തല കണ്ടിട്ട് തലയിൽ നര കൂടുന്നുണ്ടെന്നാണ്, അല്ലാതെ കനം കൂടുന്നില്ല. ഞാനിവിടെ പ്രിൻസിപ്പൽ ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ നോക്കുവാണ്, എനിക്ക് ഇത്രയും നരച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ സ്ഥാനങ്ങൾ കൂടുമ്പോൾ കൂടുന്നതാണ് ഈ സാധനമെന്ന് എനിക്ക് തോന്നുന്നു. നരയ്ക്കുന്നത് ഒരു ഭംഗിയാ. ഇത്രയും കാലം കറുത്ത മുടിയോടുകൂടി ജീവിച്ചില്ലേ, അപ്പൊ ഇനിയുള്ള സമയം പ്രായത്തിൻ്റെതായിട്ടുള്ള കുറെ സവിശേഷതകളുണ്ട്. അതെല്ലാം ഇങ്ങനെ പുണർന്നു വേണം ജീവിക്കാന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോയാലോ? ഇന്നെനിക്ക് പൊട്ടുകുത്താൻ സന്ധ്യകൾ ചാലിച്ച സിന്ദൂരം, ഇന്നെനിക്ക് കണ്ണെഴുതാൻ വിണ്ണിലെ നക്ഷത്ര മഷിക്കൂട്, ഇന്നെനിക്ക് പൊട്ടുകുത്താൻ സന്ധ്യകൾ ചാലിച്ച സിന്ദൂരം, ഇന്നെനിക്ക് കണ്ണെഴുതാൻ വിണ്ണിലെ നക്ഷത്ര മഷിക്കൂട്. എങ്ങനെയുണ്ട്? ഒരു കൈഡി കൊടുത്തൂടെ?